വയലിൻ കൊണ്ട് മാന്ത്രിക ലോകം സൃഷ്ടിച്ച ബാലഭാസ്കറിൻ്റെ മരണം, അതിനുശേഷം ഉണ്ടായ സംഭവങ്ങൾ, ഇപ്പോഴിതാ അദ്ദേഹത്തിൻ്റെ ഡ്രൈവർ അർജുൻ ഈയിടെ പെരിന്തൽമണ്ണ വെച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇതേക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഫിലിമി പ്രസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശരിക്കും വയലിൻ കൊണ്ട് മാന്ത്രിക ലോകം സൃഷ്ടിക്കുന്ന ഒരു അനുഭവമാണ്, ഒരു കലാകാരനാണ് ബാലഭാസ്കർ. ആ ചിരിച്ചുകൊണ്ട് വയലിൻ കയ്യിലെടുത്തുകൊണ്ട് എന്താണ് വരാൻ പോകുന്നത്, അത്രമാത്രം അനുഭൂതികൾ നിറച്ചുകൊണ്ടാണ് ആ കലാകാരൻ തൻ്റെ വയലിൻ വായിച്ചു കൊണ്ടിരുന്ന് ആലോചിക്കണം. അങ്ങനെയുള്ള ബാലഭാസ്കർ 6 വർഷം മുമ്പ് ഒരു അപകടത്തിൽ മരണപ്പെട്ടു. ഒപ്പം അദ്ദേഹത്തിന് കുഞ്ഞും നഷ്ടപ്പെട്ടു. ഭാര്യയ്ക്ക് പരിക്കേറ്റു, ഡ്രൈവർക്കും ചെറുതായി പരിക്കേറ്റു. ഈ സംഭവത്തിന് ശേഷം വന്ന വാർത്തകൾ പല രീതിയിലായിരുന്നു. ഒന്നാമത്, ഈ മരണം ഒരു സാധാരണ അപകട മരണമല്ല. ഇത് സ്വർണ്ണക്കടത്തുകാർക്ക് ഇതിൽ പങ്കുണ്ട്. സ്വർണ്ണക്കടത്തുകാരെന്ന് പറഞ്ഞാൽ എല്ലാം കൂടെ നിൽക്കുന്ന പലരും ഉണ്ടെന്നാലേക്കാണ്. ഡ്രൈവറായ അർജുനെ അടക്കം അന്ന് സംശയിച്ചിരുന്നു. അതിൻ്റെ പേരിൽ അന്വേഷണം ഉണ്ടായി. അന്വേഷിച്ചവരെല്ലാം ഇത് ഇങ്ങനെ സ്വർണ്ണക്കടത്തുകാർക്ക് പങ്കില്ല എന്നും അങ്ങനെ ആരും കൊല്ലപ്പെട്ടതല്ല എന്നുള്ളതിൽ അന്വേഷണം വന്നു. ഇതറിഞ്ഞ ബാലഭാസ്കറിൻ്റെ അച്ഛൻ ഉണ്ണി തൻ്റെ മകൻ്റെ മരണം യഥാർത്ഥത്തിൽ സത്യസന്ധമായി അന്വേഷിക്കുന്ന റിപ്പോർട്ട് തരണമെന്ന് വെച്ചാൽ അന്വേഷണ സംഘങ്ങൾക്ക് മുന്നിൽ കയറി ഇറങ്ങി. ആ കയറി ഇറങ്ങിയത് ഞാൻ ആലോചിക്കുന്നത്, ബഹുമാനപ്പെട്ട നമ്മുടെ പ്രൊഫസർ ഈശ്വര വാര്യർ തൻ്റെ മകൻ്റെ ബോഡിക്ക് വേണ്ടി എന്ത് സംഭവിച്ചു എന്നറിയാൻ വേണ്ടി കയറി ഇറങ്ങിയൊരു സംഭവമാണെന്ന് ആലോചിക്കണം. ആ വൃദ്ധ പിതാവ് തൻ്റെ മകൻ എന്ത് സംഭവിച്ചു എന്നറിയാൻ വേണ്ടി ഇപ്പോഴും അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് മുമ്പിൽ നീതിപീഠത്തിന് മുന്നിൽ കയറി ഇറങ്ങി നടക്കുകയാണ്. അന്ന് ഉണ്ടായിരുന്നതിൻ്റെ ഉശിര് ഇന്ന് പലരിലും ഇല്ല എന്നുള്ളത് മനസ്സിലാക്കണം. എന്നാൽ ഇത് തണുത്തു പോയി എന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് കഴിഞ്ഞ വ്യാഴാഴ്ച, അതായത് ഒരാഴ്ച മുൻപ് പെരിന്തൽമണ്ണയിൽ വെച്ച് ഈ ബാലഭാസ്കറിൻ്റെ ഡ്രൈവറായ അർജുൻ സംഘവും അറസ്റ്റ് ചെയ്യപ്പെട്ടത്. വെറുതെ അറസ്റ്റ് ചെയ്യപ്പെട്ടതല്ല. സ്വർണ്ണ വ്യാപാരികൾ കട പൂട്ടി വീട്ടിലേക്ക് പോകുന്ന അവസരത്തിൽ അവരുടെ പക്കലുണ്ടായിരുന്ന സ്വർണം 3.5 കിലോ സ്വർണം തട്ടിയെടുത്തതായിട്ടാണ് അർജുൻ്റെ പേരിൽ വന്ന കേസ്. അർജുൻ ഇപ്പോൾ റിമാൻഡിലാണെന്നുള്ള കാര്യം വേറെ. ഇതിന് ശേഷമാണ് ബാലഭാസ്കറിൻ്റെ അച്ഛൻ ഉണ്ണി പറഞ്ഞു, ഞാൻ അന്ന് പറഞ്ഞത് സത്യമാണത്, കണ്ടില്ലേ, അതിനുശേഷം എത്ര സ്വർണ്ണക്കേസുകളിലാണ് അർജുൻ അകപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നു, ഈ കേസ് വേണ്ട രീതിയിൽ ഒന്നുകൂടി അന്വേഷിക്കണം. ഇത് CBI അന്വേഷിക്കണമെന്നാണ് മുൻപ് അദ്ദേഹം പറഞ്ഞിരുന്നത്. പക്ഷെ CBI അന്വേഷിച്ചോ ഇല്ലയോ ഒന്നും കൃത്യമായിട്ട് അറിവില്ല എന്ന് അദ്ദേഹം വീണ്ടും പറഞ്ഞിരിക്കുന്നു. CBI അന്വേഷിച്ചിരുന്നെങ്കിൽ ഇതിൻ്റെ സത്യാവസ്ഥ അറിയുമായിരുന്നു എന്ന് അദ്ദേഹത്തിന് വിശ്വാസമുണ്ട്. പക്ഷേ നമ്മൾ ഒരു കാര്യം ഒരു ഏജൻസിയെയും നമ്മൾ കണ്ണടച്ച് വിശ്വസിക്കാൻ പാടില്ല എന്നാലോചിക്കണം. ഏജൻസി മാത്രമല്ല, നമ്മൾ നീതിപീഠത്തെക്കുറിച്ച് പല രീതിയിലുള്ള ആൾക്കാരാണ് അവിടെ വരുന്ന ആലോചിക്കണം. അപ്പോൾ ഇവിടെ ഈ CBI നിയമിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ്റാണെന്ന് ആലോചിക്കണം. ഈ കേന്ദ്ര ഗവൺമെൻറ് നിയമിക്കുന്ന CBIക്ക് എല്ലാത്തിനും പരിമിതികളുണ്ടെന്ന് ആലോചിക്കണം. മുമ്പൊക്കെ നമ്മൾ അഹങ്കാരത്തോടെ അഭിമാനത്തോടെ പറയാണ് CBI വരട്ടെ എന്നുള്ളത്. ആ CBI വരുമ്പോൾ തേഞ്ഞ് മാഞ്ഞ് പോയി എന്ന് പറഞ്ഞാൽ പല കേസുകളും അവർ കുത്തിപ്പൊക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഒരു വിശ്വാസം CBIക്ക് ആർജിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ CBI പരമ്പര തന്നെ, മമ്മൂട്ടി നായകനായിട്ടുള്ള പരമ്പര തന്നെ സിനിമ കൊണ്ട് ആ സിനിമ പ്രേക്ഷകർ ഏറ്റെടുക്കാനും കാരണം. പോകെ ആ CBI അന്വേഷണത്തിലേക്ക് എവിടെയോ ആരൊക്കെയോ വെള്ളം ചേർക്കുന്നതായി തോന്നലുകളുണ്ടായി എന്ന് ആലോചിക്കണം. ആ തോന്നലുകൾ ശക്തിപ്പെട്ടത് ഈയിടെ സ്വർണ്ണക്കടത്ത് കേസ് തന്നെയാണ്. ഈ കേസിലെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് കുറേ വാർത്തകൾ കൂടെ ഉണ്ടായിരുന്നു, നിറഞ്ഞു നിന്നിരുന്നതാണത്. അതായത് ഒരു ഗവൺമെൻറ് താഴെ പതിക്കുന്ന ഘട്ടം വരെ എത്തിയ കേസാണ്. അതൊക്കെ അവിടെ ചീറ്റിപ്പോയി എന്നാണ് ഇപ്പോൾ ജനം പറഞ്ഞത്. ഇതെങ്ങനെ തണുത്ത് ആറി വന്നപ്പോഴാണ് ഈ പുതിയ സംഭവവികാസം പെരിന്തൽമണ്ണയിൽ ഉണ്ടായിരിക്കുന്നത്. ആ പെരിന്തൽമണ്ണയുടെ സംഭവവികാസത്തിൽ അർജുനെ വേണ്ട രീതിയിൽ ചോദ്യം ചെയ്യുമോ, അതോ സ്വർണ്ണക്കടത്തുകാരിലുണ്ടെങ്കിൽ അവരെ സംരക്ഷിക്കാൻ ഇവിടെ ആരൊക്കെയാണ് ഉള്ളത്? ഇത് വലിയ തിമിംഗലങ്ങളാണെന്ന് ആലോചിക്കണം. ഒരു ഭരണകൂടത്തെ താങ്ങി നിർത്താൻ കഴിവുള്ളവരാണ് സ്വർണ്ണക്കടത്തിലെ പിന്നിലുള്ള വലിയ സംഘങ്ങളെന്ന് ആലോചിക്കണം. നമ്മൾക്ക് നിസ്സാരം പറയും, ജനങ്ങളുടെ വോട്ട് കൊണ്ട് ജയിച്ചു, ഇത്ര ഭൂരിപക്ഷമുണ്ടെന്നൊക്കെ. പക്ഷേ ഇവിടെ ഇന്ത്യയിൽ സംസ്ഥാനങ്ങൾ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് തിരഞ്ഞെടുക്കപ്പെട്ടു പോകുന്ന ഗവൺമെൻറ്റുകൾ അല്ല എന്ന് പലരും പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ
അതിലെന്തൊക്കെയോ സംഭവിച്ചിട്ടില്ലേ? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് സത്യസന്ധമായി ഓരോരുത്തർക്കും നേരെ നടപടിയെടുക്കാൻ കഴിയാത്തത്? ഓരോ സംസ്ഥാനങ്ങൾ എടുക്കുക, ആ സംസ്ഥാനങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ ഇന്ന ആൾക്കാർ ഇൻവോൾവ് ആയി എന്ന് തോന്നിയിട്ടുണ്ടെങ്കിലും അവർക്കാരെയും നടപടി ഉണ്ടായിട്ടില്ല. നമ്മുടെ കേരളത്തിൽ തന്നെ എത്രയോ നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടും അതൊക്കെ തേഞ്ഞു മാഞ്ഞു പോവുകയാണ്. അതിന് രാഷ്ട്രീയമുണ്ടെന്ന് ആലോചിക്കണം. രാഷ്ട്രീയത്തിന് ചക്കരയുടെ പോലെയാണത്. അത് ആര് നോക്കിയാലും മധുരമുണ്ടെന്ന് ആലോചിക്കണം. എന്ന പോലെ രാഷ്ട്രീയത്തിൻ്റെ ഉൾപ്പെട്ടവരെല്ലാവരും പ്രത്യേക സാഹചര്യങ്ങൾ ഒരുമിച്ച് കൂടാറുണ്ടെന്ന് ആലോചിക്കുക. അതുപോലെ തന്നെയാണോ ബാലഭാസ്കറിൻ്റെ മരണവും അതേ തുടർന്നുണ്ടായ അന്വേഷണവും ഇല്ലാതായത്, തേഞ്ഞു മാഞ്ഞു പോയത് എന്ന് ഒരു വിഭാഗം സംശയിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രിയ പിതാവ് സംശയിച്ചിട്ടുണ്ടെങ്കിൽ കുറ്റം പറയാൻ പറ്റില്ല. മാറിയ സാഹചര്യത്തിൽ എന്ത് നിലപാട് എടുക്കുമെന്നുള്ളതാണ് ഇപ്പോൾ പലരും ചോദിക്കുന്നത്. കാരണം ബാലഭാസ്കറിനെ അങ്ങനെ എളുപ്പം മറക്കാൻ പറ്റില്ല. അന്നേ പലരും സംശയം പറഞ്ഞിരുന്നു, ഈ കേസ് ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അവർ വന്ന കാറിൽ അറിഞ്ഞോ അറിയാതെയോ ഇതിൽ സ്വർണമുണ്ടായിരുന്നോ എന്ന് സംശയിക്കുന്നവരുണ്ട്, അന്ന് പറഞ്ഞവരുണ്ട്. അതല്ല, നമ്മുടെ ബഹുമാനപ്പെട്ട ഈ കലാകാരന് ഇതുമായിട്ട് ഇതിൻ്റെ രഹസ്യം അറിവുണ്ടായിരുന്നോ, അതും ചോദിക്കുന്നവർ. അങ്ങനെ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു അപകടം ഉണ്ടായെങ്കിൽ എന്തുകൊണ്ടാണ് ബാലഭാസ്കറിനെ കൊലപ്പെടുത്താൻ കാരണം എന്ന് ചോദിക്കുന്നവരുണ്ട്. ഇതിനൊന്നും വ്യക്തമായ ഉത്തരം കിട്ടുന്നില്ല. ഇത്രയും സംഭവങ്ങൾ നടന്നിട്ടും അദ്ദേഹത്തിൻ്റെ ബാലഭാസ്കറിൻ്റെ ഭാര്യ ഒരു എതിരഭിപ്രായം പറഞ്ഞതായി അറിവില്ല. ഈ ഡ്രൈവറെക്കുറിച്ച് എതിരഭിപ്രായം പറഞ്ഞതായി അറിയില്ല. ഇത് കള്ളക്കടത്ത് സംഘവുമായി ബന്ധമുണ്ടെന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു സംശയം ബാലഭാസ്കറിൻ്റെ അച്ഛൻ്റെ നാവിൽ നിന്നും വന്നിട്ടുണ്ടെന്ന് ആലോചിക്കണം. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയേണ്ടത് എന്താണ്? എന്തുകൊണ്ടാണ് ബാലഭാസ്കറിൻ്റെ ഭാര്യ എല്ലാം തുറന്ന് പറയാത്തത്? അതോ അവരെല്ലാം തുറന്ന് പറഞ്ഞു കഴിഞ്ഞു? അതല്ലെങ്കിൽ അവർ ആരെയോ ഭയപ്പെടുന്നുണ്ടോ? കാരണം 2-3 കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. സാധാരണ അവർ ഒരുമിച്ച് യാത്ര ചെയ്തവരാണെന്ന് ആലോചിക്കണം. അപ്പോൾ ഈ കാറിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് കൂടി അറിയാമായിരിക്കും. അങ്ങനെ അറിയുന്ന കൂട്ടത്തിൽ അറിഞ്ഞോ അറിയാതെയോ ഇവർക്ക് പങ്കുണ്ടോ എന്നൊരു സംശയമുണ്ടായേക്കാം. ആ സംശയത്തിന് പോലും ഇടം കൊടുക്കാതെ സമഗ്രമായൊരു അന്വേഷണം വന്നിരുന്നെങ്കിൽ, അവിടെ ഇടതും വലതും ആകാശവും ഭൂമിയും ഒന്നും നോക്കാതെ സത്യത്തിൻ്റെ പുറകെ മാത്രം സഞ്ചരിച്ചിരുന്നെങ്കിൽ ഇതിനൊരു തുമ്പ് കിട്ടുമായിരുന്നു എന്ന് പറയും. അപ്പോൾ നിങ്ങൾ ചോദിക്കും, എല്ലാ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരും ഒരേ അഭിപ്രായമല്ലേ പറഞ്ഞിരിക്കുന്നത്? ഇത് കള്ളക്കടത്തുമല്ല, സ്വർണ്ണക്കടത്തല്ല, അത് കൊലപാതകമല്ല എന്നെല്ലാം പറഞ്ഞ് ഇതൊരു അപകടം തന്നെയാണെന്ന് പറഞ്ഞിരിക്കുന്നു. അന്ന് അങ്ങനെ സംസാരിച്ചപ്പോഴും കാരണം ഈ ഡ്രൈവർ അധികം പോറൽ പോലും ഏൽക്കാതെ രക്ഷപ്പെട്ടു എന്നാലോചിക്കണം. മാത്രമല്ല, ഈ കേസിൽ ഏകദേശം 1 കോടി രൂപ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഡ്രൈവറും വന്ന് സംസാരിച്ചതാണെന്ന് ആലോചിക്കണം. പിന്നീട് സംഭവിക്കുക എന്താ? ഡ്രൈവർ ഇങ്ങനെ പല കാര്യങ്ങളിലും ഇങ്ങനെ സ്വർണം മോഷ്ടിക്കുന്നു, സ്വർണം കൊള്ളയടിക്കുന്നു. ഇങ്ങനെ ചെയ്യുന്ന ഒരാളുടെ ബാക്ക് ഹിസ്റ്ററി എടുത്തു നോക്കുമ്പോൾ എന്തുകൊണ്ട് ബാലഭാസ്കറിൻ്റെ ഈ അപകടത്തിന് പിന്നിൽ ഇവരെ പോലുള്ളവർ ഇല്ല എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഉത്തരം പറയാനില്ല എന്നാലോചിക്കണം. 2 കാര്യമാണ് ഞങ്ങൾക്കിപ്പോൾ ഇവിടെ പറയാനുള്ളത്. ഒന്ന്, ബാലഭാസ്കറിൻ്റെ ഭാര്യ സത്യം തുറന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ അവർ സത്യം തുറന്ന് പറയണം. 2, ബാലഭാസ്കറിൻ്റെ പിതാവിൻ്റെ ഈ ആരോപണം അന്വേഷണം ശരിയായ ദിശയിൽ പോയിട്ടില്ല എന്ന് പറയുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ അഭിപ്രായവും കേൾക്കണം. അങ്ങനെ ഈ അഭിപ്രായവും കേട്ടുകൊണ്ട് ഒരു അന്വേഷണം, സത്യസന്ധമായൊരു അന്വേഷണം അവർക്ക് കൂടി ബോധ്യപ്പെടണം. കാരണം ഇത് ബോധ്യപ്പെടുത്തേണ്ടത് ബാലഭാസ്കറിൻ്റെ അച്ഛനെ ബോധ്യപ്പെടുത്താൻ വേണം. തൻ്റെ മകൻ ക്ലീൻ ചീറ്റിനെ കൊടുത്തിട്ട് ഇതാണ് സംഭവിച്ചത് എന്ന് ആ പിതാവിനെങ്കിലും മനസ്സിലാക്കുന്ന രീതിയിലുള്ള അന്വേഷണം നടത്തി അതില്ലാതാകട്ടെ എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.